നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് രാസലഹരി എന്ന കഥയാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു മാരകമായ വിപത്താണ് ലഹരി, പ്രത്യേകിച്ച് രാസലഹരി. അതിൻ്റെ പിടിയിലമർന്ന ഒരു സാധാരണ കുടുംബത്തിലെ യുവതിയുടെ ദുരന്തവും അവളുടെ കുടുംബത്തിൻ്റെ നിസ്സഹായ അവസ്ഥയുമാണ് ഈ കഥ. കഥയിലേക്ക് പോകാം. കണ്ണേ പൊന്നേന്ന് വിളിച്ച് തറയിൽ വെക്കാതെ പുന്നാരിച്ച് വളർത്തിയ കുട്ടിയാണ്. മോള് വളർന്നു വരുംതോറും മനസ്സിലാധിയായിരുന്നു. പ്രായമതല്ലേ, കാലവും ഇതല്ലേ, വഴിതെറ്റി വല്ല പ്രേമത്തിലും പോയി ചാടിയാലോ. ഭാര്യ സരിതയോടും വീടിനടുത്ത് താമസിക്കുന്ന അനിയനോടും അവളുടെ മേൽ ഒരു കണ്ണ് വേണമെന്ന് ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ ഒക്കെ സതീഷ് ഓർമ്മിപ്പിക്കാറുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴും ഒക്കെ കൂട്ടുകാരികൾ കൂടെ ഉണ്ടാകും. പഠിക്കാൻ അവൾ നല്ല മിടുക്കിയായിരുന്നു. ടെസ്റ്റ് എഴുതി എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ ദൂരെ ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയതാണ്. ആദ്യമൊന്നും ഒരു പ്രശ്നവും കണ്ടില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റലിലെ വിശേഷവും ഭക്ഷണത്തിൻ്റെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് എൻ്റെ പിറകെ നടക്കുമായിരുന്നു. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എപ്പോഴും മുറിക്കകത്ത് തന്നെ. കഴിക്കാൻ വിളിച്ചാൽ ഇപ്പോൾ വിശക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം, ഇപ്പോൾ അമ്മ കഴിച്ചോളൂ എന്ന മറുപടിയാണ്. അപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വാതോരാതെ വിശേഷം പറയുന്നൊരു കുട്ടിയായിരുന്നു അവൾ. ഇപ്പോൾ അവൾക്കിതെന്ത് പറ്റിയതാ? എൻ്റെ കുട്ടിക്കൊന്നും പറയാനില്ലേ? ഹോസ്റ്റൽ വിശേഷമോ കൂട്ടുകാരുടെ വിശേഷമോ ഒന്നും പറയാനില്ലേ? അമ്മ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ശാലു ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഹോസ്റ്റലിൽ നിന്ന് വന്നാൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വേഗത്തിൽ അവൾ തിരിച്ചു പോകും. ഒരു ദിവസം അവൾ കുളിക്കുന്ന സമയത്ത് മുറിയിൽ മൊബൈൽ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ചെന്ന് സംസാരിക്കാൻ ഫോൺ എടുത്തപ്പോൾ ഒരാൺകുട്ടി. ശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം ആരാന്ന് എന്നോട് ചോദിച്ചു. അമ്മയാണെന്ന് പറഞ്ഞതും അയാൾ ഫോൺ കട്ട് ചെയ്തു. മൊബൈലിൽ ലിസ എന്നാണ് പേര് വന്നത്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല. എങ്കിലും മനസ്സിനൊരാന്തലുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അടുക്കളയിൽ വന്ന് പൊടുന്നനെ എന്നോട് തട്ടിക്കയറി. മറ്റുള്ളവരുടെ ഫോൺ അനുവാദമില്ലാതെ എടുക്കുന്നത് അമ്മയ്ക്ക് മാനേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വേണ്ട വായിൽ വന്നതെല്ലാം അവൾ വിളിച്ചു പറഞ്ഞു. ഞാൻ അന്ധാളിച്ചു പോയി. ശബ്ദത്തോടെ അവൾ കതകടച്ച് അന്ന് കിടന്നു. അത്താഴം കഴിക്കാൻ എത്ര വിളിച്ചിട്ടും ഇറങ്ങി താഴേക്ക് വന്നില്ല. വിളിച്ചിട്ടും കതകു തുറന്നില്ല. പിറ്റേന്ന് ഞാൻ ഉറക്കമുണർന്നു വന്നപ്പോൾ ഒരു ബാഗും തൂക്കി അവൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. എവിടെ പോകുന്നു എന്ന് ഞാൻ ചോദിച്ചത് കേൾക്കാൻ കൂടി നിന്നില്ല. ഗേറ്റ് തുറന്ന് തിരിഞ്ഞു നോക്കാതെ അവൾ പോയി. ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അനിയൻ്റെ വീട്ടിൽ വിവരം പറഞ്ഞു. അനിയൻ എന്നെ സമാധാനിപ്പിച്ചെങ്കിലും ഞാൻ ഉടനെ ഏട്ടനെ വിളിച്ചു. കരഞ്ഞുകൊണ്ട് നടന്നതെല്ലാം ഏട്ടനോട് പറഞ്ഞു. കുറച്ച് നാളായി അവളുടെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസം ഞാൻ കണ്ടിരുന്നതായും പറഞ്ഞു. കേട്ടപാടെ ഏട്ടൻ ലീവ് എടുത്ത് നാട്ടിലെത്തി. ഏട്ടനും അമ്മാവനും അനിയനും കൂടി ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് വിവരം അറിയുന്നത്. അവൾ ഒരു സെമസ്റ്ററായി കോളേജിൽ വരുന്നില്ലെന്നും അവൾക്ക് സുഖമില്ലെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണെന്നും അവൾക്കിപ്പോൾ ചില വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ടെന്നും കൂട്ടുകാർ രഹസ്യമായി അവരോട് പറഞ്ഞു. തങ്ങൾ പറഞ്ഞതായി അറിഞ്ഞാൽ അവർ ഞങ്ങളെ കൊന്നുകളയും, അത്രയ്ക്ക് ഭയങ്കരമായ ഒരു രാസലഹരിയുടെ റാക്കറ്റാണതെന്നും അവർ രഹസ്യമായി പറഞ്ഞു. വളരെ പണിപ്പെട്ട് ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചു. പക്ഷേ 3 പെൺകുട്ടികളും 4-5 ആണുങ്ങളും ഒരുമിച്ചാണ് ഒരു കഫേയിലുണ്ടായിരുന്നത്. കണ്ടാൽ തന്നെ ഭീകര രൂപമുള്ള ആളുകളായിരുന്നു അവർ. അവളെ മാറ്റി നിർത്തി സങ്കടത്തിലും ശാസനാസ്വരത്തിലുമൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അവൾ സ്വബോധത്തിലല്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അച്ഛന് നേരെ അവൾ പരിസരബോധമില്ലാതെ ആക്രോശിച്ചു. സ്വന്തം അമ്മാവിനെയും ഇളയച്ഛനെയും അവൾ പരിചയഭാവം പോലും കാണിച്ചില്ല. അമ്മ കരഞ്ഞുകൊണ്ട് തീരെ കിടപ്പിലാണെന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. ഒടുവിൽ ഞങ്ങൾ അവളെ രക്ഷിക്കാനായി പോലീസിൽ പരാതിപ്പെട്ടു. അന്ന് രാത്രിയിൽ കുറേ ഗുണ്ടകൾ ഞങ്ങളുടെ വീടിന് നേരെ കല്ലെറിയുകയും തീപ്പന്തം മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ ആകെ പേടിച്ച് വിറച്ചുപോയി. കണ്ണീരും കയ്യുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായി ആശുപത്രിയിൽ കയറിയിറങ്ങി നാളുകൾ നീക്കി. കാലങ്ങൾ നീങ്ങവേ ശാലുവിനെക്കുറിച്ചൊരു വിവരവും കിട്ടിയില്ല. ഇപ്പോൾ എവിടെയാണെന്നോ എങ്ങനെ ഇരിക്കുന്നുവെന്നോ ഒന്നും അറിയാൻ മാർഗമില്ലായിരുന്നു. സതീഷ് ചേട്ടൻ ഗൾഫിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു.
നമുക്ക് മക്കളില്ലായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന മകൾ അപകടത്തിൽ മരിച്ചുപോയി എന്ന് മാത്രം കരുതിയാൽ മതി നീ. എല്ലാം ഈശ്വര നിശ്ചയം, അല്ലാതെ എന്തു പറയാൻ. ഏട്ടൻ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. പതിവ് പോലെ രാവിലെ പത്രം വന്നപ്പോൾ വായിക്കാനായി സതീഷ് മുറ്റത്തുനിന്ന് പത്രമെടുത്തു. ആദ്യത്തെ പേജിൽ വന്ന വാർത്ത കണ്ട് ഞെട്ടിത്തരിച്ചു. ഉറങ്ങിക്കിടന്ന ഭാര്യയെ കുത്തിക്കൊല്ലാനായി കത്തിയുമായി എത്തിയത് കണ്ട് പ്രാണഭയത്താൽ വീട്ടിൽ നിന്ന് രാത്രിയുടെ ഇരുട്ടിലേക്ക് ഭാര്യ ഇറങ്ങി ഓടി. പിറകെ ഓടിയെടുത്ത ഭർത്താവ് കല്ലിൽ തട്ടി തലയടിച്ചു വീണു. കയ്യിൽ കരുതിയിരുന്ന കത്തി അവൻ്റെ വയറ്റിൽ തന്നെ തുളച്ചു കയറുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ഭാര്യ പ്രാണരക്ഷാർത്ഥം ഓടി. കുറ്റിക്കാട്ടിൽ രാത്രി മുഴുവൻ പേടിച്ചിരുന്നു. നേരം പരവരാ വെളുത്തപ്പോൾ ഭാര്യ പതുക്കെ അവിടെ നിന്നിറങ്ങി വീടിനടുത്തെത്തിയപ്പോൾ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നു. എന്തും വരട്ടെ എന്നോർത്ത് ഗേറ്റിനടുത്തേക്ക് എത്തിയപ്പോൾ ഭർത്താവ് ചോര ഒലിച്ച് കമിഴ്ന്നു കിടക്കുന്നു മുറ്റത്ത്. ഇത് കണ്ടതും അവൾ ഒച്ച വെച്ച് കരഞ്ഞു. അയലത്തുകാർ ഓടിക്കൂടി. അപ്പോഴേക്കും ചോര വാർന്ന് അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. പത്രവാർത്ത തുടർന്നു. രാസലഹരിയിൽ അഴിഞ്ഞാടി ജീവിച്ചിരുന്ന ആളാണ് ഇയാൾ. സ്ഥിരം വീട്ടിൽ നിന്ന് ബഹളവും കരച്ചിലുമൊക്കെ കേൾക്കാറുള്ളതുകൊണ്ട് അയൽവക്കക്കാർ ആരും ഇവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. രണ്ടുപേരുടെയും പ്രണയവിവാഹമായിരുന്നു. ഭാര്യയെ ലൈംഗിക വൈകൃതങ്ങളിലൂടെ പീഡിപ്പിക്കുകയും അയാൾ പതിവാക്കിയിരുന്നു. സംസ്ഥാനത്തെ ഒരു വൻ ലഹരി റാക്കറ്റിൻ്റെ പ്രധാന കണ്ണിയുമായിരുന്നു ഇയാൾ. ലഹരി റാക്കറ്റിലെ മറ്റുള്ളവർക്ക് ഭാര്യയെ വിൽക്കുന്നതും ഇയാളുടെ ഇഷ്ടവിനോദമായിരുന്നു. അതെതിർത്താൽ ഭാര്യയെ കുത്തിനു പിടിച്ചിടിക്കും. ഒരു പതിവ്രത, എന്നെക്കൊണ്ടൊന്നും പറയിക്കല്ല, ചെല്ലടി, അവനെൻ്റെ ചങ്കാണ്. ഓരോരുത്തരുടെയും കൂടെ തള്ളിവിടുമ്പോൾ ഇതുതന്നെയാണ് അയാളുടെ സ്ഥിരം പല്ലവി. അല്പം കൂടി വലുതായിട്ട് വേണം ഇവളെ കൂടി ഈ രംഗത്തിറക്കാൻ എന്ന് അയാൾ സ്വന്തം മകളെ നോക്കി ഭാര്യയോട് പലപ്പോഴും പറയുമായിരുന്നു. അയാളുടെ പീഡനത്തിൽ മനം നൊന്ത് പല പ്രാവശ്യം അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അവസാനം ശാലുവിന് അയാളിൽ നിന്നും മോചനം കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ അമ്മയും കുഞ്ഞും പോലീസ് സ്റ്റേഷനിലാണ്. വാർത്ത ഒറ്റ ശ്വാസത്തിൽ വായിച്ചു തീർത്തു സതീഷ്. ഈ വാർത്ത സതീഷ് പത്രത്തിൽ കണ്ട ഉടൻ അച്ഛൻ്റെ കൈ തട്ടിക്കളഞ്ഞ് ഇറങ്ങി മാറിപ്പോകുന്ന ശാലുവിനെയാണ് അയാൾ ഓർത്തത്. മാത്രമല്ല, കൈ തട്ടിക്കളഞ്ഞ് അവൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പോയത്. അതും അദ്ദേഹം ഓർത്തുപോയി. അന്ന് അവൾ സ്വന്തം അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. അന്ന് താൻ അനുഭവിച്ച ദുഃഖം എത്രയാണെന്ന് ഇപ്പോൾ ഓർക്കാൻ കൂടി വയ്യ. സതീഷ് ഗൽഗതം കൊണ്ട് വിങ്ങിപ്പൊട്ടി. സതീഷ് പെട്ടെന്ന് പത്രവും കൊണ്ട് ഭാര്യയുടെ കട്ടിലിനരികെ വന്നു. സാവധാനം എന്നോട് വിവരം പറഞ്ഞു. കേട്ടതും താൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, എങ്ങനെയെങ്കിലും നമുക്ക് അവളെ രക്ഷിക്കാൻ പറ്റുമോ? അമ്മാവനെയും അനിയനെയും വേഗം വിളിക്കൂ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഞാൻ അവരോട് വിവരം പറയാം, സതീഷ് പറഞ്ഞു. കാപ്പി കൂടി കഴിഞ്ഞ ഉടനെ അമ്മാവനെയും അനിയനെയും കൂട്ടി നാട്ടിലെ പ്രമുഖനായൊരു വക്കീലിനെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പേപ്പറുകൾ നീക്കി. കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ശാലു അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം അച്ഛാ എന്ന് പറഞ്ഞ് വിതുമ്പി കരഞ്ഞു. അമ്മാവനും അവളെ ചേർത്ത് പിടിച്ചു. കരയേണ്ട മോളെ, എല്ലാം ശരിയാകും. ഞങ്ങൾ മിടുക്കനായൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കെ, അവളെ സമാധാനിപ്പിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ വക്കീലെത്തി. അദ്ദേഹം ശാലുവിനോട് ലഹരി റാക്കറ്റിൻ്റെ വിവരങ്ങളെല്ലാം തുറന്നു പറയാൻ ആവശ്യപ്പെട്ടു. ശാലുവിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്നും അവളെ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. മാത്രമല്ല, അവൾക്കൊരു പുതുജീവൻ നൽകാനും നിയമപരമായി മുന്നോട്ട് നീങ്ങിയേ പറ്റുകയുള്ളൂ. ഇനിയും അവൾക്ക് മുന്നിൽ ജീവിതം തുറന്നു കിടക്കുകയല്ലേ. വീട്ടിൽ കണ്ണീരോടെ ഒരമ്മ അവളെയും കാത്തിരിക്കുകയാണ്. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇടുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.